ഗസയിൽ പൂർണ്ണമായ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പുതിയ ചിത്രങ്ങൾ അങ്ങനെയല്ല. നമ്മൾ സത്യത്തിൽ അത് മുൻകൂട്ടി കണ്ടതാണ്, അങ്ങനെ ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുന്നത്. കാരണം ഇവിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ 9 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. ആ സംഭവത്തിനിടെയാണ് രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കടക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നു. അതിൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ആവശ്യം ഈ നിരായുധീകരണത്തിന് ഹമാസ് വഴങ്ങണമെന്നുള്ളതാണ്. പക്ഷേ ഹമാസിന് അത് പൂർണ്ണമായും അങ്ങനെ ഒരു തീരുമാനത്തോടെ ഹമാസ് വഴങ്ങുന്നതൊട്ട് കാണുന്നുമില്ല. അത് മാത്രമല്ല, ഇനി അതിന് തയ്യാറായില്ല, ഹമാസ് തയ്യാറായില്ലെങ്കിൽ അത് അമേരിക്ക നേരിട്ട് തന്നെ നടപ്പാക്കുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഗസയിൽ താൽക്കാലിക ഭരണ സംവിധാനത്തിലേക്ക് 15 ഫലസ്തീൻ ടെക്നോക്രാറ്റുകളെ കണ്ടെത്തിയതായി മധ്യസ്ഥ രാജ്യമായ ഈജിപ്ത് അറിയിക്കുന്നു. കൂടുതൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയിട്ടുണ്ട്. ഗസയിലേക്കുള്ള സഹായ വിതരണത്തിന് ഭാഗിക നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. സുഹൈൽ BK വിശദാംശങ്ങളുമായി ചേരുന്നു. സുഹൈൽ, ഗുഡ് മോർണിംഗ്. സുഹൈൽ, നമ്മൾ തുടക്കത്തിൽ തന്നെ ആശങ്കപ്പെട്ടതാണ്. കാരണം ഇസ്രായേലും അമേരിക്കയും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ കൂടിയും മുന്നനുഭവങ്ങൾ നമ്മെ അങ്ങനെ ആശങ്കപ്പെടുത്താൻ വക നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 10 ഫലസ്തീനുകൾ കൂടി വധിക്കപ്പെട്ടു എന്നറിയുന്നു. ഭക്ഷണ വിതരണത്തിൽ ഇസ്രായേൽ തന്നെ നിയന്ത്രണം കൊണ്ടുവന്നതായി അറിയുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കുറെ കൂടി പ്രകോപനപരമായ നടപടികൾ ഉണ്ടാവുന്നതിൻ്റെ സാഹചര്യം എങ്ങനെയാണ്? ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹമാസിന്റെ നിരായുധീകരണത്തിനപ്പുറത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഹമാസ് നിരായുധീകരണം എന്നത് പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണോ സുഹൈൽ? ഗുഡ് മോർണിംഗ് സൈഫോ, ദിവ്യ. ഗസ കൂടുതൽ കലുഷിതമാകുന്ന ഭാവി തന്നെയാണ് നമ്മൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ സംഘർഷഭരിതമായ ഒരു ഗസ തന്നെ നമുക്ക് കാണേണ്ടി വരും. അതിനുള്ള എല്ലാ സൂചനകളും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 4 ബന്ദികളുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറി കഴിഞ്ഞു. അങ്ങനെ 8 ബന്ദികളുടെ മൃതദേഹം ഇസ്രായേലിലേക്ക് എത്തി. ഇനി കൈമാറാനുള്ളത് 20 പേരാണ്. ഈ 20 പേരെ കൈമാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇസ്രായേൽ തുനിയുന്നു. അതിന്റെ ഭാഗമായി തന്നെ ആകെ പ്രതിദിനം 600 ട്രക്കുകളാണ് ഇസ്രായേലിൽ കടന്നു വരേണ്ടിയിരുന്നത്. അതിപ്പോൾ പകുതിയാക്കി ചുരുക്കി 300 ആക്കുന്നു. അതോടുകൂടി ഭക്ഷണത്തിലും വെള്ളത്തിലും മരുന്നിനും വലിയ ക്ഷാമം വീണ്ടും അനുഭവപ്പെടുന്നു. അതൊരു ഭാഗത്ത് നടക്കുന്നു. ഈ 20 പേരെയും കണ്ടെത്തുക എന്ന് പറയുന്നത് ഇപ്പൊ ഇസ്രായേൽ തന്നെ കൊന്ന ആളുകളാണ് ഈ ബന്ദികൾ എന്ന് പറയുന്നത്. അവരുടെ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകളാണ്. ആ ആളുകൾ പല പ്രദേശങ്ങളിൽ പല ബിൽഡിങ്ങുകളുടെയും താഴെയാണ് കിടക്കുന്നത്. ആ ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങളെല്ലാം നീക്കിയാൽ മാത്രമേ ഇവരെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ റെഡ് ക്രോസ് അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ ഇസ്രായേലിനെ തന്നെ അറിയിച്ചതാണ്. പക്ഷെ അതൊരു അവസരമാക്കി ഏറ്റെടുത്തുകൊണ്ട് ഹമാസ് ഈ ബന്ദി കൈമാറ്റം വൈകിപ്പിക്കുന്നു എന്ന വലിയ പ്രചാരണം നയിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത് കണ്ടെത്താനും അവരെ കൈമാറാനും ഞങ്ങൾ സന്നദ്ധരാണ്, പക്ഷെ അതിന് സമയമെടുക്കും എന്നുള്ളതാണ് ഹമാസ് പറയുന്നത്. അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇസ്രായേലും അതേപോലെ തന്നെ US വളരെ പെട്ടെന്ന് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ ബന്ദി കൈമാറ്റം നടന്നാൽ അടുത്ത ഘട്ടം ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ യുദ്ധലക്ഷ്യങ്ങൾ ഓരോന്നാക്കി പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ട്രംപ് നെതന്യാഹുവിന് കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ബന്ദിമോചനം, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹമാസിന്റെ നിരായുധീകരണം എന്നുള്ളതാണ്. ഹമാസിനെ അവിടെ നിന്നും താഴെ ഇറക്കി മറ്റൊരു സംവിധാനത്തെ അവിടെ കയറ്റുക. ഇതാണ് ട്രംപ് നെതന്യാഹുവിന് കൊടുത്തിട്ടുള്ള ഒരു ഉറപ്പ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ പറയുന്നത് ഹമാസ് നിരായുധീകരിക്കാൻ സന്നദ്ധമായില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും. ഒരുപക്ഷെ അത് വയലന്റ് ആയിട്ടായിരിക്കും, അത് വളരെ വലിയ രക്തച്ചൊരിച്ചിലൂടെ ആയിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അതിന് ചില പദ്ധതികൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സ് എന്ന പേരിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സൈന്യത്തെ അങ്ങോട്ട് ഇറക്കുക, എല്ലാവിധ ആയുധങ്ങളും അമേരിക്കയുടെയും അതേപോലെ തന്നെ UK അടക്കമുള്ള സർവ്വസന്നാഹങ്ങളുമായി അവിടേക്ക് സൈന്യത്തെ അയക്കുക, ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടുക, ഹമാസിനെ അവിടെ നശിപ്പിക്കുക. ഇതാണ് അടുത്ത ഘട്ടത്തിൽ ഇസ്രായേൽ അമേരിക്ക കൂട്ടുകെട്ട് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം. അതിലേക്ക് IDF കൂടി തന്നെ തയ്യാറാകുമോ എന്നുള്ളതാണ്. ഈ ബന്ദികളെ വിട്ടു നൽകി കഴിഞ്ഞാൽ പിന്നീട് ഹമാസിനെ പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് ട്രംപും അതേപോലെ തന്നെ ഇസ്രായേലും പോകുന്നത്. ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി മാത്രമാണ് ഹമാസുമായി ഏതെങ്കിലും തരത്തിൽ ധാരണയിലെത്തുന്നത്. അവസാനത്തെ ബന്ദി എത്തിക്കഴിഞ്ഞാൽ പ്ലാൻ ബിയിലേക്ക് അവർ പോവുകയാണ്. അതായത് മറ്റുള്ള സൈനിക സന്നാഹങ്ങളെ ഇറക്കിക്കൊണ്ട് അവിടെ ഹമാസിനെ നിരായുധീകരിക്കാം, മറ്റൊരു സംവിധാനത്തെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈജിപ്തിന്റെ മധ്യസ്ഥ രാജ്യമായ ഈജിപ്തും ഖത്തറും തുർക്കിയും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു രക്തച്ചൊരിച്ചിൽ നടത്തിക്കൊണ്ടുള്ള ഒരു അധികാര കൈമാറ്റം, അതിന് ഈ 3 രാജ്യങ്ങളും സംബന്ധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം.
അവർ പറയുന്നത് വേറൊരു തരത്തിൽ സമാധാനത്തിലൂടെ അധികാര കൈമാറ്റം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈജിപ്ത് 15 പേരുടെ പട്ടിക മുന്നോട്ട് വെക്കുന്നത്. പലസ്തീനിൽ തന്നെ ആയിട്ടുള്ള 15 ടെക്നോക്രാറ്റുകൾ അവർക്ക് ഈ ഭരണത്തെ കൈമാറുക എന്നുള്ളതാണ്. ഒരുപക്ഷെ പലസ്തീനികളാണ് അവരെങ്കിൽ അതിനെ ഹമാസ് സമ്മതിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഒരു അമേരിക്കക്കും ഇസ്രായേലും വഴങ്ങുന്ന, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കളിപ്പാവകളാകുന്ന പലസ്തീനികളാകരുത് എന്ന നിർബന്ധം സ്വാഭാവികമായും ഹമാസ് ഉണ്ടാകും. അപ്പോൾ ഈ ബന്ദി കൈമാറ്റം നടന്നാൽ ഇനി നടക്കാൻ പോകുന്നത് ഒന്നുകിൽ ഹമാസിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഹമാസ് കൂടി സമ്മതിക്കുന്ന പലസ്തീനികളായിട്ടുള്ള ടെക്നോക്രാറ്റുകളെ ഗസയുടെ ഭരണം ഏൽപ്പിക്കുക, അവരുടെ കീഴിൽ അവർക്ക് അത്തരമൊരു ഭരണ സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു എല്ലാ ആയുധങ്ങളും അവർക്ക് കൈമാറാം എന്ന് ഹമാസ് പറയുന്നുണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആവരുത്. അത് പലസ്തീനികളുടെ മുഴുവൻ ഒരു ദേശീയ ഐക്യബോധത്തോടു കൂടിയുള്ള, ദേശീയ ബോധമുള്ള ഒരു സംവിധാനമായിരിക്കണം, ഭരണ സംവിധാനമായിരിക്കണം എന്നാണ് ഹമാസ് പറയുന്നത്.